അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2ാം ഭാഗത്തിലെ 6ാമത്തെ പാഠം അൽ മദ്ദുൽ മുതതല്ലിഫ്. പാഠം വായിച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. മദ്ദുൽ മുതതല്ലിഫ് എന്ന തൊർഫുകളിൽ വരുന്ന മദ് എന്ന ആയത്തുകളുടെ അവസാനങ്ങളിൽ വരുന്ന മദ്ദിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൊടുത്ത ഉദാഹരണങ്ങൾ വായിച്ച് നോക്കാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഇവിടെ ഈ ഹാ എന്ന് പറഞ്ഞ് നിർത്തിയില്ലേ, അവിടെയാണ് നമ്മളെ മദ്ദിൻ്റെ വിഷയം. വൽ ആദിയാതി ളബ്ഹ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ വഅഖിമിസ് സ്വലാത ലിദിക്രി വസ്തനഅതുക ലിനഫ്സി. ഇങ്ങനെ ഓരോ ആയത്തുകളുടെ അവസാനം ഇവിടെ സിൽസാലഹ, ലബ്ഹ, അതുപോലെ ഖല, അല എന്നൊരു നിർത്തി. അതുപോലെ തന്നെ വഅബ്ദു അദാൽ നിർത്തുന്ന സമയത്ത്, ലിദിക്രി റായിൽ നിർത്തുന്ന സമയത്ത്, അതുപോലെ തന്നെ നഫ്സി എന്നിടത്തൊക്കെ നിർത്തുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത് എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മുകളിലെ ആയത്തുകളുടെ അവസാനം ശ്രദ്ധിച്ചില്ലേ? അസ്ലിയായ മദ്ദിലാണ് ഇവിടെ എല്ലാം വഖഫ് ചെയ്തത്. എന്താ അസ്ലിയായ മദ് പറഞ്ഞാൽ? മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണല്ലോ മദ് അസ്ലി എന്നറിയാം. അപ്പോൾ ആ ഒരു സമയം മാത്രമേ അവിടെയൊക്കെ വഖഫ് ചെയ്തിട്ടുള്ളൂ. മദ് അസ്ലീനേക്കാൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? വഖഫ് ചെയ്തത്. അപ്പോൾ അസ്ലിയായ മദ്ദിലാണ് ഇവിടെയൊക്കെ വഖഫ് ചെയ്തത്. അങ്ങനെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, സിൽസാലഹാ, സിൽസാലഹാ എന്ന് പറയാൻ പാടില്ല. സിൽസാലഹ എന്ന് പറഞ്ഞാൽ ഒറ്റ ഹാ പറഞ്ഞുകൊണ്ട് മാത്രം നിർത്താനും പാടില്ല. പിന്നെ എന്ത് വേണം? അസ്ലിയായ മദ്ദിൽ നീട്ടിക്കൊണ്ട് നിർത്തണം. വൽ ആദിയാതി ളബ്ഹ, ലബ്ഹ, ലബ്ഹ എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. ലബ്ഹ എന്ന് പറഞ്ഞ് നിർത്താനും പാടില്ല. അസ്ലിയ മദ്ദിനേക്കാൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി ബാക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏതാണത്? അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അസ്ലിയായ മദ്ദിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ മദ്ദുൽ മുതതല്ലിഫിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? അസ്ലിയായ മദ്ദിനേക്കാൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി എന്താ? അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരരുത്. അവസാനത്തിൽ നിർത്തുന്ന സമയത്ത് മീമിൻ്റെ ശബ്ദവും വരരുത്, ഹാഇൻ്റെ ശബ്ദവും വരരുത്. അതെങ്ങനെ വരിക? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഹാ എന്ന് പറഞ്ഞിട്ടാണല്ലോ നിർത്തേണ്ടത്. ആ ഹാ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ചുണ്ടങ്ങോട്ട് പൂട്ടി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? മീം വരും. എങ്ങനെ? സിൽസാലഹാം, സിൽസാലഹാം. ഉണ്ടാ ലബ്ഹാം, ലബ്ഹാം, ലബ്ഹ എന്ന് പറഞ്ഞ് നിർത്തേണ്ട ആ സ്ഥാനത്ത് നമ്മൾ ഉടൻ തന്നെ ചുണ്ട് പൂട്ടി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? മീമ് വരും. പിന്നെ മറ്റൊന്നവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ എന്താ? ഹാഇൻ്റെ ശബ്ദം വരുന്നത് വഖഫിൻ്റെ കാരണം. വഖഫ് ചെയ്യുമ്പോൾ അതെങ്ങനെ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, സിൽസാലഹാ വൽ ആദിയാതി ലബ്ഹ, ലബ്ഹ. ഹാഇനെ സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക. അങ്ങനെ ആ രണ്ട് രീതിയിൽ എന്ത് ചെയ്യില്ല, അവിടെ പാടില്ല. മദ്ദുൽ മുതതല്ലിഫിൻ്റെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത്? മദ്ദുൽ മുതതല്ലിഫിൻ്റെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ പറഞ്ഞത് അസ്ലിയായ മദ്ദിനേക്കാൾ കൂടാനോ കുറയാനോ പാടില്ല. രണ്ടാമത്തേത് പറഞ്ഞത് എന്താ? വഖഫ് ചെയ്യുന്ന സമയത്ത് അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരുന്നത് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്തിൽ അതിൻ്റെ കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്താണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. മദ്ദുൽ മുതതല്ലിഫ് എന്ന് പറഞ്ഞാൽ ആയത്തുകളുടെ അവസാനങ്ങളിൽ വഖഫ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാണ്. അലിഫിൽ വഖഫ് ചെയ്യുമ്പോഴുള്ള വിഷയങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ നിയമങ്ങളാണ് ഈ ബൈത്തിൽ ഇവിടെ പറയുന്നത്. അലിഫിൽ വഖഫ് ചെയ്യുന്ന പക്ഷം ഓർക്കണം, അറിയാതെ ഹാ വരുന്നതും ശ്രദ്ധിക്കണം. ഇരുചുണ്ടുകൾ ഉടൻ പൂട്ടിയാൽ മീമും വരും, വല്ലാതെ നീളുന്നോ അതും ഒഴിവാക്കണം. അലിഫിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് പക്ഷം ഓർക്കണം, അറിയാതെ ഹാ വരുന്നത് ശ്രദ്ധിക്കണം. അലിഫിൽ അബ്ഖാ, ഇവിടെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
വൽ ആഖിറതു ഖൈറും വ അബ്ഖാ. അബ്ഖാ എന്ന് പറഞ്ഞ് നിർത്തുക വേണ്ടത്. ആ സ്ഥാനത്ത് അബ്ഖാ എന്ന് പറഞ്ഞുകൊണ്ട് ഹാ വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇരു ചുണ്ടുകൾ ഉടൻ പൂട്ടിയാൽ മീമും വരും. ഇരു ചുണ്ടുകൾ പൂട്ടിയാൽ എന്ത് വരും? മീമ് വരും. അബ്ഖാം, അബ്ഖാം. ചുണ്ട് രണ്ടും അബ്ഖാ എന്ന് ഉച്ചരിച്ച ഉടനെ ചുണ്ട് പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ മീമ് വരും. പിന്നെ വല്ലാതെ നീളുന്നോ അതും ഒഴിവാക്കണം. വല്ലാതെ നീട്ടാനും എന്തെയില്ല പാടില്ല. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ. ഊലാ അസ്ലിയ മദ്ദിനേക്കാൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഊലാം പെട്ടെന്ന് ചുണ്ട് പൂട്ടിയാൽ അവിടെ മീമും വരും, അതും ശ്രദ്ധിക്കണം. ഇനി അവസാനത്തിൽ ഹാ കൊടുത്തുകൊണ്ട് വഖഫ് ചെയ്യരുത്. ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ. ഊലാ ആ രീതിയിലും വഖഫ് ചെയ്യരുത്. അതുപോലെ ഓരോ ഉദാഹരണങ്ങളും അത് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. റബ്ബിശ്റഹ് ലീ സദ്രി. സദ്രി അസ്ലിയ മദ്ദിനേക്കാൾ കൂടാനും കുറയാനും പാടില്ല. പിന്നെ മീമ് വരുന്നത് ശ്രദ്ധിക്കണം. സദ്രീം രീ എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചുണ്ട് പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ മീമ് വരും. ആ കാര്യവും അവിടെ ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ ഉദാഹരണത്തിലും അത് തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ. ബിമാ കസബൂ. കസബൂം ചുണ്ടുടൻ പൂട്ടിയാൽ മീമ് വരും. കസബൂ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ നീട്ടാനും പാടില്ല. കസബു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താൻ പാടില്ല. അസ്ലിയായ മദ് മാത്രം, അതിൻ്റെ കതിർ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാ വരുന്നത് ശ്രദ്ധിക്കണം. ഉടനെ ചുണ്ട് പൂട്ടിയാൽ മീമ് വരും, അതും ശ്രദ്ധിക്കണം. അതാണ് ഈ പാഠത്തിൽ കാര്യമായിട്ട് പറഞ്ഞത്. ഇനി അതിൽ തദ്രീബാത്തിൽ ഒരു ഉത്തരം എഴുതാനുള്ളത്, മുജീബ് ഉത്തരം എഴുതാനുള്ളത്, അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ആൻസർ: അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരുന്നതും ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ നഖറത്ത് സൂറത്തുൽ അഹ്ഖാഫ് വനക്തശഫ് മിൻഹാൽ മദ്ദൽ മുത്തത്തരിഫ്. സൂറത്തുൽ അഹ്ഖാഫ് ഓതിയിട്ട് അതിൽ മദ്ദൽ മുത്തത്തരിഫിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിൽ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.